ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദൃശ്യസ് ലിറ്റിൽ വേൾഡ്. സോ ഇന്ന് ഹൈദരാബാദിലത്തെ ഡേ 3 ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഗോൽക്കൊണ്ട ഫോർട്ടിലോട്ടും കുത്തബ് ഷാഹി ടോമിലോട്ടുമാണ്. സോ ഇതാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. 11-ാം നൂറ്റാണ്ടിലാണ് ഈ കോട്ട നിർമ്മിച്ചിരുന്നത്. കുത്തബ് ഷാഹി രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഇവിടം. ഇത് വജ്ര വ്യാപാരത്തിന് പേരുകേട്ട സ്ഥലമാണ്. ഇവിടെയായിരുന്നു കോഹിനൂർ രത്നമൊക്കെ ഉണ്ടായിരുന്നത്. ഈ പ്രവേശന കവാടത്തിനടുകെയുള്ള ഒരു സ്ഥലത്തുനിന്ന് കൈകൊട്ടി കഴിഞ്ഞതിന് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ബാലാഹിസർ പവലിയനിൽ വരെ ആ ഒരു ശബ്ദം കേൾക്കും. ഈ കൈകൊട്ടുന്നതിനും പ്രത്യേകതയുണ്ട്. 1 തവണ കൈകൊട്ടുവാണെങ്കിൽ രാജാവ് വരുന്നുവെന്നും, 2 തവണ കൈകൊട്ടുവാണെങ്കിൽ അതിഥി വരുന്നുവെന്നും, 3 തവണ കൈകൊട്ടുവാണെങ്കിൽ ശത്രു വരുന്നുവെന്നാണ് അർത്ഥം. ഇപ്പം ഞങ്ങൾ ഈ കോട്ടയുടെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ മിക്ക ബിൽഡിങ്സും 3 സ്റ്റോറീഡ് ബിൽഡിങ്സും 2 സ്റ്റോറീഡ് ബിൽഡിങ്സും ആണ്. സാധാരണ എല്ലാ ഫോർട്ടുകളും താഴേന്ന് മുകളിലോട്ടാണ് പണിയുക. പക്ഷേ ഈ ഒരു ഫോർട്ട് മാത്രം മുകളിൽ നിന്ന് താഴോട്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ കോട്ടയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോട്ടയുടെ ഉള്ളിൽ നിന്ന് താഴേന്ന് എത്ര പതുക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിലും മുകളിൽ രാജാവിൻ്റെ മുറിയിൽ അത് കേൾക്കാൻ പറ്റും. ഇവിടെ വെള്ളം ശേഖരിക്കാനായിട്ട് 4 കിണറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കൊണ്ടുവന്നിരുന്നത് 12 കിലോമീറ്റർക്ക് അപ്പുറമുള്ള ബഞ്ചാര ഹിൽസിൽ നിന്നാണ്. പൈപ്പ് വഴിയാണ് വെള്ളം എത്തിച്ചിരുന്നത്. 1687 ഔറംഗസീബ് ഈ കോട്ട പിടിച്ചെടുത്തു. 8 മാസവും 9 ദിവസവും ആ യുദ്ധം നീണ്ടു നിന്നു. അതിനുശേഷം സുൽത്താനെ തടവിലാക്കുകയും കോഹിനൂർ രത്നം പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷം ബ്രിട്ടീഷുകാർ അത് കൈക്കലാക്കുകയും ഇംഗ്ലണ്ടിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്തു. ഇതാണ് നഗീനബാഗ്. വജ്ര വ്യാപാരമൊക്കെ നടന്നിരുന്നത് ഇവിടെയായിരുന്നു. കൊട്ടാരത്തിലെ സ്ത്രീകളൊക്കെ ഇവിടെ നിന്നാണ് ജ്വൽസൊക്കെ മേടിച്ചിരുന്നത്. ഇപ്പം ഞങ്ങൾ മുകളിലോട്ട് കയറുകയാണ്. ഇവിടെ 720 സ്റ്റെപ്സാണുള്ളത് മുകളിലെത്താനായിട്ട്. ഇതാണ് രാംദാസ് പ്രസൻ. അന്നത്തെ തഹസിൽദാരായിരുന്നു രാംദാസ്. അദ്ദേഹം പിരിച്ചെടുത്തിരുന്ന പൈസ മുഴുവനായിട്ടും കൊട്ടാരത്തിലേക്ക് കൊടുക്കാണ്ട് തൻ്റെ ആവശ്യങ്ങൾക്കായി എടുത്തതിനാണ് 12 വർഷത്തോളം അദ്ദേഹത്തെ ജയിലിലിട്ടിരുന്നത്. ഇതൊരു സിംഗിൾ എൻട്രൻസ് ഉള്ള ജയിലാണ്. ഈ കാണുന്ന ഹോളിലൂടെയായിരുന്നു അദ്ദേഹത്തിനുള്ള ഭക്ഷണമെല്ലാം കൊടുത്തിരുന്നത്. ഈ കാണുന്നതെല്ലാം രാംദാസ് ജയിലിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ കൊത്തിയുണ്ടാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അവിടെ പൂജകളും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹൈദരാബാദിൻ്റെ കുറേയധികം ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഫോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ.
ഇനി ഇവിടെ 2 മിനാരമുള്ളൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇതിന് മുകളിലായിട്ടൊരു അമ്പലമുണ്ട്. ഇതാണ് ശ്രീ ജഗദംബ മഹാകാളി ടെമ്പിൾ. ഇതിന് ഏകദേശം 900 വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ ഏറ്റവും മുകളിലാണുള്ളത്. ഇവിടെ നിന്നുള്ള താഴേക്കുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഈ ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിലോട്ട് പോകുമ്പോഴാണ് ഇവിടുത്തെ ദർബാർ ഹാൾ. ഇതൊരു ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഓപ്പൺ ടെറസോട് കൂടിയുള്ള ഒരു ബിൽഡിംഗ് ആണിത്. ഇതിൻ്റെ താഴത്തെ 2 നിലകളുടെ പേര് ദിവാനി ഐഖാസും ദിവാനി ആമും ആണ്. ഇത് അവിടുത്തെ ഓഡിയൻസ് ഹാൾ ആയിരുന്നു. ഇതിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് വളരെ നാരോ സ്റ്റെപ്സ് ആണുള്ളത്. ഈ ഫോർട്ടിന് മുകളിലായിട്ട് നല്ല കാറ്റുണ്ടായിരുന്നു. ഇതിവിടുന്ന് താഴേക്കുള്ള വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കോട്ട എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് അധികം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇന്നൊരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. ഇനി നമുക്ക് കുറേം കൂടെ ഡെസ്റ്റിനേഷൻസ് പോകാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തബ് ഷാഹി ടോമാണ്. ഈ ഗോൽക്കൊണ്ട ഫോർട്ടിൽ നിന്ന് കുത്തബ് ഷാഹി ടോമിലോട്ട് വരാനായിട്ട് ആകെ 1.7 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഇബ്രാഹിം ബാഗിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുത്തബ് ഷാഹി രാജവംശത്തിലെ 8 സുൽത്താൻമാരിൽ 7 പേരുടെയും ശവകുടീരങ്ങൾ ഇവിടെയാണുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ ശവകുടീരങ്ങൾ പണിയുകയും മരണശേഷം അവിടെ തന്നെ അടക്കുകയും ചെയ്യും. ഇതൊരു അൺകംപ്ലീറ്റ് ടോമാണ്. കുത്തബ് ഷാഹി ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് സുൽത്താനായിട്ടുള്ള താനാഷാഹിന് വേണ്ടിയിട്ടായിരുന്നു ഇത് നിർമ്മിച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ ഔറംഗസീബ് രാജ്യം ആക്രമിക്കുകയും സുൽത്താനെ തടവിലാക്കുകയും ചെയ്തു. അവിടെ വെച്ച് 12 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടോമിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല. സുൽത്താനെയും വേറെ സ്ഥലത്താണ് അടക്കം ചെയ്തിരുന്നത്. ഇവിടെയുള്ള കല്ലറകളെല്ലാതും റോയൽ ഫാമിലിയിലുള്ള ആൾക്കാരുടേതാണ്. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ ബൈ.